കൊണ്ടിരിക്കുന്ന എല്ലാ പ്രദേശവാസികൾക്കും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രത്യേകമായ സ്നേഹവന്ദനത്തെ ധ്യാനത്തിൽ ഓർപ്പിക്കുന്നു. കലാപകലുഷിതമായ ഒരു യോഗത്തിലാണ് നാം പാർക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ട്. പ്രതിസന്ധികളും പ്രക്ഷോഭങ്ങളും കലഹങ്ങളും യുദ്ധങ്ങളും ഒക്കെ വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. മനുഷ്യന് സമാധാനവും സന്തോഷവും കൈവരിക്കുവാൻ വേണ്ടി വളരെയധികം സംവിധാനങ്ങളിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ അനവധി സംവിധാനങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു കാലത്തിൽ നാം എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് സമാധാനം ലഭിക്കും, എങ്ങനെ യാത്ര ചെയ്താൽ സമാധാനം കൈവരിപ്പാൻ കഴിയും എന്നിത്യാദി കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങളോടെ ഓരോ മനുഷ്യനും ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുപറ്റം ചെറുപ്പക്കാര് ഇന്ന് രാവിലെ മുതൽ പ്രാർത്ഥനയോടെ ഈ കണ്ണാട്ടുമുടിയുടെയും ഉമ്പർനാടിന്റെയൊക്കെ പ്രാന്തപ്രദേശങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് സവിസ്തരം പ്രസ്താവിക്കുവാൻ ഇന്ന് രാവിലെ മുതൽ സന്നദ്ധരായി നിലകൊണ്ടതിന്റെ ഭാഗമാണ് ഈ പ്രദേശത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഞങ്ങൾക്ക് മറ്റൊരു തരത്തിൽ വേലയോ കൂലിയോ മറ്റ് പ്രവൃത്തികളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾക്ക് മൂല്യം കൊടുത്തുകൊണ്ട് ദേശാന്തരങ്ങളിൽ കടന്നു ചെന്ന് ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഞങ്ങൾ പ്രസ്താവിക്കുവാൻ കഴിയുന്നതിന്റെ കാരണം, ഒരു കാലത്ത് പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത നിത്യ നരകത്തിന് യോഗ്യരായി നിത്യ നരകത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്ത് നിർമ്മലരാക്കി ഒരു വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന ഒരു രക്ഷിതാവിന്റെ പരിവർത്തനം നിമിത്തമാണ് ഞങ്ങൾ ഇതുപോലെയുള്ള സന്ദേശത്തിന് വക്താക്കളായി ഈ കവലയിൽ നിൽക്കുന്നത്. പലരും ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നത് പോലെ മതപ്രഭാഷണമെന്നും മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മനുഷ്യനെ ആനയിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരെന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ആക്ഷേപ സ്വരത്തോടുകൂടെ ഞങ്ങളോട് വാദിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആരെയും മതം മാറ്റുന്നവരല്ല. ഞങ്ങളാരും മതം മാറിയിട്ടുമില്ല. ഞങ്ങളുടെ പേര് പോലും മാറാത്ത നിലയിൽ ഞങ്ങൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ സധൈര്യം ഞങ്ങളെ ഐക്യപ്പെടുന്ന മേഖലകളിലൊക്കെ കടന്നു എന്ന് ഞങ്ങൾ പ്രസംഗിക്കുക, അത് ഞങ്ങളുടെ ദൗത്യമാണ്. എന്തുകൊണ്ട് എന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ലാത്തത് കൊണ്ട് ഈ ലോകത്തിലെ അനവധി തത്വജ്ഞാനികളെ കുറിച്ചും മതപണ്ഡിതന്മാരെ കുറിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കുവാൻ നിരവധി വാക്കുകളൊക്കെ മനുഷ്യനുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കുറിച്ച് പ്രസംഗിച്ചാൽ അവരുടെ മരണം കൊണ്ട് അവരെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ അസ്തമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചതായ പ്രിയപ്പെട്ടവരെ കുറിച്ച് പ്രസംഗിച്ചാൽ അവരുടെ മരണം കൊണ്ട് അവരെ കുറിച്ചുള്ള പ്രസംഗങ്ങളും മണ്ണിട്ട് മൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചരിത്രകാരന്മാരെ കുറിച്ച് പ്രസംഗിച്ചാൽ അവരുടെ മരണത്തോടുകൂടെ അവരെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഇവിടെ പൂർണ്ണമായി സ്മൃതി അടയുവാനിടയായി തീരും. എന്നാൽ ഇന്ന് പകലിൽ ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് നട്ടുച്ച സൂര്യന്റെ ആ വെട്ടത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ കാരണമുണ്ട്. ഞങ്ങൾ ഈ യേശുവിനെ പ്രസംഗിക്കുവാൻ ഒരു കാരണമുണ്ട്. സ്നേഹിത, ഈ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 780 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ എഴുതി വെച്ചു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണമെന്നുള്ള പ്രവചന ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിന് പരിവർത്തനം തരുന്നതായിരുന്നു, മൂല്യം പകരുന്നതായിരുന്നു. ഈ സുവിശേഷം ആരെയും നശിപ്പിച്ചിട്ടില്ല. ഈ കാലയളവ് വരെ, ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഈ മണിക്കൂർ വരെ നമ്മൾ പഠിച്ചാൽ സുവിശേഷം ആരെയും നശിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മോഷ്ടാക്കളെ മോഷ്ട പ്രവണതയിൽ നിന്നും പൂർണ്ണമായി സുവിശേഷം മോചിപ്പിച്ചിട്ടുണ്ട്. ഈ സുവിശേഷം കേട്ടതിന്റെ പരിണിതഫലമായി ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ കൊല ചെയ്തതായിട്ട് ഇതുവരെയും രേഖകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് ഹൃദയങ്ങളിൽ കൊലപാതകത്തിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ആ കൊലപാതകത്തിന്റെ ചിന്തയെ ഈ
ഈ സുവിശേഷം നിമിത്തം പൂർണ്ണമായി മോചിപ്പിച്ചിട്ടുള്ള സ്നേഹിതരെ, ഈ സുവിശേഷം കേട്ടിട്ട് ആരും മദ്യപാനികളായ ചരിത്രങ്ങളില്ല. ആയിരക്കണക്കിന് മദ്യപാനികളായ സഹോദരങ്ങളെ ഈ സുവിശേഷത്തിന്റെ ശബ്ദം മുഴങ്ങിയത് നിമിത്തം അവരെല്ലാം മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായി മോചനം പ്രാപിച്ചിട്ടുണ്ട്. ഒരു കുടുംബം പോലും സുവിശേഷം കേട്ടതിന്റെ പേരിൽ തകർന്നടിഞ്ഞു പോയിട്ടില്ല. എന്നാൽ പ്രിയ സ്നേഹിതരെ, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ സുവിശേഷം കേട്ടതിന്റെ പരിണിതഫലമായി വളരെ മാന്യതയോടെ അനുഗ്രഹപ്രദമായ നിലയിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. സുവിശേഷം കേട്ടാലും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടിട്ടില്ല. ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടിട്ടുള്ളവരെ ഈ സുവിശേഷം വീണ്ടെടുത്തിട്ടുണ്ട്. സുവിശേഷം എന്നാൽ എന്താ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സധൈര്യം വിളിച്ചു പറയുവാൻ കഴിയും, സുവിശേഷം ഒരു സന്ദേശമല്ല, സുവിശേഷം ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി എന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഉന്നതമായ സൗധങ്ങളെ വെടിഞ്ഞ് താണലോകത്തേക്ക് കടന്നു വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപയാഗമാക്കപ്പെട്ട സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനാവുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് സുവിശേഷം എന്നുള്ളത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഗുണമെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. നിങ്ങൾ പലരും പറയാറുണ്ട്, യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കടന്നുപോയാൽ കാറ് കിട്ടുമെന്നും ബംഗ്ലാവ് കിട്ടുമെന്നും സമ്പദ് സമൃദ്ധിയുടെ അനുഭവങ്ങൾക്ക് കിട്ടുമെന്നും ഒക്കെയുള്ള സമൃദ്ധിയുടെ സുവിശേഷങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ സുവിശേഷം കേട്ടത് നിമിത്തം ഞങ്ങൾ പലതും വിട്ടവരാണ്. ഞങ്ങൾ അപ്പനെ വിട്ടിട്ടുണ്ട്, അമ്മയെ വിട്ടിട്ടുണ്ട്, കൂടപ്പുറപ്പുകളെ വിട്ടിട്ടുണ്ട്, ഞങ്ങൾ കുടുംബം പോലും വിട്ടിട്ടുണ്ട്. അത് തന്നെയല്ല, ഞങ്ങൾക്കുള്ളതായ സമ്പത്ത് സ്വത്തുക്കളൊക്കെ ഞങ്ങൾ വിട്ടിട്ടാണ് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്ക് പറയുവാനല്ല ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നഷ്ടങ്ങൾ ലോകത്തിൽ മനുഷ്യന് വരുത്തി വെക്കാൻ കഴിയുന്ന കാര്യമാണ് എങ്കിലും ഈ ലോകത്തിൽ നഷ്ടപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ നിത്യതയിൽ ലഭിക്കുമെന്നുള്ളത് ഒരു ചിന്ത ഞങ്ങളിൽ ഭരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞാൽ അവന് എന്ത് പ്രയോജനമാണ് ലോകത്തിലുള്ളത്? മലയാളക്കരയിൽ നല്ലൊരു പഴഞ്ചൊല്ലുണ്ട്, താഞ്ചത്ത് മീൻ പിടിച്ചാൽ ആര് കൂട്ടാന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാടൻ ഒരു പഴഞ്ചൊല്ലാണ്. സ്നേഹിതരെ, നിന്റെ ജീവന്റെ നിങ്ങളിലുള്ള ആത്മാവിനെ നിങ്ങൾ ലോകത്തിൽ വെച്ച് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. നേർച്ചകളുണ്ടോ, കാഴ്ചകളുണ്ടോ, അർപ്പണങ്ങൾ കൊണ്ടോ, തർപ്പണങ്ങൾ കൊണ്ടോ, ബലി കൊണ്ടോ, വെടിയച്ചുകൾ കൊണ്ടോ, വഴിപാടുകൾ കൊണ്ടോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൈവരിപ്പാൻ കഴിയത്തില്ല. വർഷം തോറും നടക്കുന്നത് ത്യാഗമനോഭാവത്തോടുകൂടെയുള്ള മലചവിട്ടലുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് ഒരു വർഷവും കൊണ്ട് തീരുന്നില്ല. പിറ്റേ വർഷം അത് തന്നെ നിങ്ങൾ അനുഷ്ഠിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഞങ്ങളിവിടെ ഉയർത്തി പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലായി സ്വീകരിച്ച് നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, നീ എന്റെ പാപങ്ങൾക്ക് പരിഹാരകനായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾ തിരിച്ചറിഞ്ഞിട്ട് താങ്കളുടെ രക്ഷകനും കർത്താവുമായിട്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മണിക്കൂറത്തേക്കല്ല, ഒരു വർഷത്തേക്കല്ല, ഒരു നിമിഷത്തേക്കല്ല, പിന്നെയോ നിത്യതയോളം നിങ്ങൾക്ക് പാപമോചനം തന്നുകൊണ്ട് നിങ്ങളെ ലോകത്തിൽ ശ്രേഷ്ഠവും മാന്യവുമായി നടത്തുന്ന പാപപരിഹാരകനായ ഒരു യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞാൻ ആദ്യം ചോദിച്ചല്ലോ, എന്തുകൊണ്ട് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നു? യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുവാൻ കഴിയും. അദ്ദേഹം അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീരപ്രവർത്തനങ്ങൾ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല പ്രിയ സുഹൃത്തെ, തന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പ്രസംഗിക്കുവാൻ കഴിയും. തന്റെ കഷ്ട അനുഭവങ്ങളെ കുറിച്ച് മാത്രമല്ല പ്രസംഗിക്കുവാൻ കഴിയുന്നത്, തന്റെ മരണത്തെ കുറിച്ച് ഞങ്ങൾക്ക് പ്രസംഗിക്കുവാൻ കഴിയും. എന്നാൽ ഇന്ന് പകലിൽ ഞങ്ങൾ നിങ്ങൾ ഉച്ചസ്ഥലം ഘോഷിക്കട്ടെ. പ്രിയ സ്നേഹിത, ലോകത്തിലുള്ള സകല ഇസകളെ കുറിച്ചും മതങ്ങളെ കുറിച്ചും രാഷ്ട്രീയ സംവിധാനങ്ങളെ കുറിച്ചും ഒക്കെയുള്ള പ്രസംഗങ്ങൾ അവരുടെ നേതാക്കന്മാരൊക്കെ മരിച്ചു മൺമറയുമ്പോൾ അവരോടുകൂടെ പ്രസംഗങ്ങൾ കെട്ടഴിയുമ്പോൾ ഇന്ന് പകലിൽ ഈ ഉച്ചകഴിഞ്ഞ ഈ സമയത്ത് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് അവസാനിക്കുന്ന പ്രസംഗമല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് മൂന്നാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കടന്നുപോയവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഈ അണ്ടകടാകത്തെ നിർമ്മിച്ചവൻ, ആകാശത്തെ വിളിച്ചവൻ, നക്ഷത്രങ്ങളെ പേർചൊല്ലി വിളിച്ചവൻ, ആദ്യവും അന്തവുമാകുന്ന ഒരു രക്ഷിതാവുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ഈ ഈശമായ സന്ദേശം നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പുതുമയല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ കവലയിൽ നൂറുകണക്കിന് പ്രഭാഷകർ കടന്നു വന്ന് ഇതുപോലെയുള്ള സുവിശേഷ സന്ദേശങ്ങൾ നിങ്ങളുടെ കർണപടങ്ങളിൽ മുഴുകിയിട്ടുണ്ട്. അത് കേട്ടിട്ട് പലപ്പോഴും സത്യമാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിലും അതിനകത്തേക്ക് കടന്നു വരാൻ കഴിയാതെ പാരമ്പര്യത്തിന്റെ കൊടുങ്കെട്ടിൽ കടന്നു വശമതരായി ജീവിതത്തെ പൂർണ്ണമായി നശിപ്പിക്കല്ലേ സ്നേഹിത. ഇവിടെ പാരമ്പര്യം നിന്നെ
പോകുകയില്ല. നിന്റെ മതം നിന്നെ നന്നാക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ മതത്തെയൊക്കെ ദ്രവവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി ജീവിതം മുൻപോട്ട് നയിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം എന്ന് അറിഞ്ഞത് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ കുടുംബം എത്രമാത്രം തകർന്ന അവസ്ഥയിൽ മുമ്പോട്ട് പോകുന്ന കുടുംബമായിക്കൊള്ളട്ടെ, തലമുറയുടെ വഴിവെടുത്ത ജീവിതത്തിൽ താങ്കൾക്ക് നന്നാക്കാൻ ശ്രമിച്ചിട്ടും നന്നാകാത്ത ഒരവസ്ഥയിലേക്ക് ഞങ്ങളുടെ മക്കൾ വഴിവെളിച്ചു പോകുന്നുണ്ടോ? ഇന്ന് പകലിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനോട് താങ്കൾ ഇന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? കർത്താവേ, എന്റെ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് ഉദ്ധാരണം തരണമേ. എന്റെ തലമുറയുടെ വഴിവെളിച്ച ജീവിതം ഒന്ന് മാറ്റിത്തരണമേ. ഞങ്ങളെ ഉള്ളതുപോലെ അങ്ങ് ഞങ്ങളെ ഒന്ന് അറിയണമേ. ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്തിൽ നിനക്ക് വേണ്ടി ആരും മരിക്കുവാൻ തയ്യാറല്ല. ഭാര്യ നിനക്ക് വേണ്ടി മരിക്കത്തില്ല, ഭർത്താവ് നിനക്ക് വേണ്ടി മരിക്കത്തില്ല, കുഞ്ഞുങ്ങൾ അപ്പനമ്മമാർക്ക് വേണ്ടി മരിക്കത്തില്ല, അപ്പനമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരിക്കത്തില്ല കേട്ടോ. എന്നാൽ എനിക്കും നിനക്ക് വേണ്ടി സ്വന്തം ജീവനെ ലോകത്തിൽ തന്നതായ ഒരു വ്യക്തിയുണ്ട്. അവനത്രേ നസ്രയനായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനിൽ പ്രാർത്ഥന നിരതനായിരുന്നപ്പോൾ ഈ ലോകത്തിലെ സകല മനുഷ്യന്റെ ഈ പാപം തന്റെ ശരീരത്തിലേക്ക് പേറിയപ്പോൾ ആ കടും വേദനയിൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. അതിനുശേഷം താൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, അല്ല എന്റെ ഇഷ്ടമല്ല, അങ്ങനെ അയച്ച ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് സമർപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ ആ ഒരു സമർപ്പണത്തിന്റെ ആ പരിണിത ഫലമാണ് പ്രിയ സ്നേഹിത എനിക്ക് പാപമോചനം ഉണ്ടായത്. നിങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ടാകുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമർപ്പണം കൊണ്ടാണ്. കർത്താവ് കാരുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ ക്രൂശിതനായി തീരുവാനിടയായി. എന്തിനു വേണ്ടി കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടു? ഞാനും നീ ചെയ്ത പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരക്കുരിശു ചുമന്നു. ഞാനും നീ ചെയ്ത പാപത്തിന് വേണ്ടി കർത്താവ് ചാട്ടവാറാൽ അടികളേൽക്കപ്പെട്ടു. ഞാനും നീ ചെയ്ത പാപത്തിന്റെ പരിണിതഫലമായി യേശുവിന്റെ മുഖത്തെ രോമങ്ങളെല്ലാം റോമൻ നാണയത്തൊട്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിതെടുത്തു എന്ന് തിരുവെടുത്ത് വായിക്കുന്നു. അതുമാത്രമല്ല, തന്നെ ആ കുരിശിലേക്ക് നയിക്കുമ്പോൾ തന്റെ ഇരുഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പടയാളികൾ ചാട്ടവാറുകൊണ്ട് പ്രകരം ആരംഭിച്ചു. ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിത, യേശു സ്നേഹിക്കാൻ പഠിപ്പിച്ചവരാണ്. ക്രൂശിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കും ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവ് അവസാനമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്, പിതാവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. ഇവിടെ ഏതെങ്കിലും നേതാക്കന്മാർ ക്ഷമിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പൊറുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? സഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾ എന്തുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നു? യേശു സ്നേഹത്തിന്റെ വക്താവാണ്. യേശു ആ ആയുധം എടുക്കുന്നവനെ ആയുധം ഉറയിലിട്ട് വീഴുന്ന ആഹ്വാനം ചെയ്ത ഒരു രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് ഭയക്കാൻ അത്രമാത്രം പീഡയിലൂടെ കടന്നുപോയപ്പോഴും കർത്താവ് ആരോടും പരിഭവം പറഞ്ഞില്ല. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. സ്നേഹിത, നമ്മൾ ഭവനത്തിൽ രാത്രിയിൽ സന്ധ്യയാകുമ്പോഴത്തേക്ക് നമ്മൾ ഭവനത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെ വല്ലാതെ വണ്ണം വേദനിപ്പിച്ചുകൊണ്ട് അനവധി പ്രാണികൾ നമ്മുടെ ഭവനങ്ങളെ തേടി വരാറുണ്ട്. അത് നമ്മളെ കുത്താറുണ്ട്, കടിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അതുപോലെ ഉറുമ്പെന്ന് പറയുന്ന ഒരു ചെറിയ ജീവിയുണ്ടല്ലോ, അത് നമ്മുടെ പരിസരങ്ങളിലും നമ്മൾ പാർക്കുന്ന ഭവനങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ദേഹത്തെ കയറിയിരുന്ന് കടിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെ അടിച്ച് കൊലപ്പെടുത്തിയിട്ട് അതിന്റെ തരി പോലും ഇല്ലാതെ വണ്ണം അതിനെ ഞെരിച്ചു കളയത്തില്ലേ? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ക്രൂശിന്റെ മുകളിൽ കർത്താവായ യേശു ക്രിസ്തു ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴും അവനെ തല്ലിയ, അവനെ മുഖത്ത് നോക്കി തുപ്പിയ, അവനെ ചാട്ടവാറാൽ പ്രകടമേൽപ്പിച്ച, അത്രമാത്രം ക്രൂരമായ നിലയിൽ അവനോട് പ്രതികാരം ചെയ്തതായ ഒരു വ്യക്തിയോ പോലും കർത്താവ് അവിടെ പരിഭവം കാട്ടിയില്ല, ഒരു ഭീഷണിയുടെ സ്വരം മുഴക്കിയില്ല. അവിടെ സ്നേഹിക്കാൻ കഴിയുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഇവിടുത്തെ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സാമൂഹിക സാംസ്കാരിക മേഖലയിലായിക്കൊള്ളട്ടെ, സമുദായ ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ആ ശാഖകളായിക്കൊള്ളട്ടെ, മറ്റുള്ളവനെ ആക്രമിക്കുവാനും മറ്റുള്ളവനെ കീഴ്പ്പെടുത്തുവാനും മറ്റുള്ളവനെ ഇല്ലായ്മ ചെയ്യുവാനും അവനെ കൊലപ്പെടുത്തുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ആ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവായ യേശു ക്രിസ്തു അവൻ കൊല്ലുന്നവന് വേണ്ടി ജീവൻ പകരം കൊടുത്തിട്ട് അവനെ പൂർണ്ണമായി ഉദ്ധരിക്കുന്നവനാണ് എന്നുള്ള സന്ദേശം നിങ്ങൾ ഇന്ന് പകലിൽ മറന്നു പോകല്ലേ സുഹൃത്തെ. എന്തുകൊണ്ട് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നു? അവൻ സ്നേഹിക്കാൻ പഠിപ്പിച്ചവനാണ്, അവൻ പൊറുക്കാൻ പഠിപ്പിച്ചവനാണ്. പാപിയെ വെറുക്കുവാനല്ല യേശു ക്രിസ്തു പഠിപ്പിച്ചത്, പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ മാർവോട് അണയ്ക്കുവാനാണ്
യേശു പഠിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കൾ ജനിച്ച നാൾ മുതൽ ഇതുവരെയും താങ്കൾ അനുഭവിക്കുന്നതായ ആസ്വദിക്കുന്നതായ പാപ സ്വഭാവങ്ങൾക്ക് നിന്നും താങ്കൾക്ക് പൂർണ്ണമായ മോചനം പ്രാപിപ്പാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം പരിചയപ്പെടുത്തുന്ന യേശുവിനോട് താങ്കൾ പ്രാർത്ഥിക്കുക. താങ്കളുടെ പണം ആവശ്യമില്ല, താങ്കളുടെ വിദ്യാസമ്പന്നത ആവശ്യമില്ല, താങ്കളുടെ കുടുംബം ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, അതൊന്നും വിഷയമല്ല. ഈ കർത്താവേ, നീ ഞങ്ങളുടെ രക്ഷിതാവായി ഈ ലോകത്തിൽ കടന്നു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി പകരക്കാരനായി അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ മകളാക്കി എന്നെ തീർക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇന്ന് ഈ ഉച്ച സമയത്ത് താങ്കൾ പറയുന്നുവെങ്കിൽ താങ്കൾക്ക് രക്ഷ ഇപ്പോൾ തന്നെ ലഭിക്കുകയാണ്. പ്രിയ സ്നേഹിത, ഈ സന്ദേശം നാളെ ആയിക്കൊള്ളട്ടെ എന്ന് നിങ്ങൾ കരുതരുത്. കാരണം മരണത്തിന്റെ കരാളഹസ്തങ്ങൾ നമ്മളെ തേടി വരുന്നത് എപ്പോഴെന്ന് നമുക്കാർക്കും പറയാൻ കഴിയത്തില്ല. ഈ മൈക്ക് പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഞാൻ പ്രസംഗം പൂർത്തീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതിനു മുമ്പേ ഞാൻ ചിലപ്പോൾ ഇവിടെ പിടഞ്ഞു നിന്നും വീണ് മരിച്ചേക്കാം. ഇവിടെ കെട്ടിയിരിക്കുന്ന പാർട്ടിയുടെ കൊടിയുണ്ടല്ലോ, നാളെ പ്രഭാതത്തിൽ അത് താഴ്ത്തി കെട്ടി അതിനകത്ത് കരിങ്കൊടി ഉയർന്നേക്കാം. ഇവിടെ മനോഹരമായ ഫോട്ടോകൾ പതിപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുള്ള ബോർഡുകൾ നാളെ രാവിലെ ഇവിടെ ഉയർന്നേക്കാം. താങ്കൾക്ക് വേണ്ടിയാണ് സ്നേഹിത, ഒരുപക്ഷെ താങ്കൾക്ക് വേണ്ടിയായിരിക്കും നാളത്തെ പ്രഭാതം പൊട്ടി വിരിയുമ്പോൾ നാളത്തെ ചരമകോണങ്ങളിൽ താങ്കളുടെ ഫോട്ടോ പതിപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോകൾ വന്നേക്കാം, ഫോട്ടോകൾ പതിപ്പിച്ചുകൊണ്ടുള്ള ആദരാഞ്ജലികൾ വന്നേക്കാം. താങ്കളുടെ മരണവാർത്ത അറിഞ്ഞുകൊണ്ടായിരിക്കാം നാളത്തെ പ്രഭാതം ഈ പ്രദേശവാസികൾ ഉണരുന്നത്. ആർക്കും ആരുടെ മരണത്തെ കുറിച്ച് ഗ്യാരണ്ടി പറയാനില്ല. എപ്പോൾ വേണമെങ്കിലും മനുഷ്യൻ മരിച്ചേക്കാം. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നിന്റെ നിത്യത എവിടെയെന്ന് ഉറപ്പുവരുത്തുവാൻ ഇതാകുന്ന സുപ്രസാദകാലം, ഇതാകുന്ന രക്ഷാ ദിവസം. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിനിടയിൽ നൽകപ്പെടുവാൻ ഒരു നാമമുണ്ടെങ്കിൽ, രക്ഷപ്പെടുവാൻ ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയരെ, മരണം എപ്പോൾ വേണമെങ്കിലും നമ്മളെ സ്വാഗതം ചെയ്യാം. ആ മരണത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുമ്പോൾ, നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം. ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് നിത്യതയിൽ വിശ്രമിക്കും. നിത്യത രണ്ടാണ്. നിത്യമായ നരകമുണ്ട്, നിത്യമായ ഒരു സ്വർഗവുമുണ്ട്. നിത്യമായ നരകത്തിൽ പോകണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മതി നിത്യമായ നരകത്തിൽ ചെന്നെത്താം. പ്രിയ സുഹൃത്തെ, താങ്കളുടെ വഴിയാത്രയിൽ താങ്കൾ പൊരിഞ്ഞു പോയേക്കാം. താങ്കളുടെ നിത്യത എവിടെയെന്ന് താങ്കൾ വിചാരിച്ചിട്ടുണ്ടോ? യേശുവിനോട് കൂടെ നിത്യ സൗഭാഗ്യകരമായ സ്വർഗീയമായ അനുഭവം പ്രാപിക്കണമെങ്കിൽ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, പാപങ്ങൾ ഏറ്റുപറയണം. രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. മൂന്ന്, കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണം. നാല്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ തിരുമേശ, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിക്കുന്ന തിരുമേശ നിങ്ങൾ കഴിക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതം മുൻപോട്ട് നയിച്ചാൽ തീർച്ചയായും നിത്യതയുടെ തുറമുഖം നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയമായ പ്രതീക്ഷ കർത്താവ് ഒരുക്കുമെന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് പര്യവസാനം കുറിക്കുകയാണ്. പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മരണത്തെ മുഖാമുഖമായി കണ്ട് ഒരു പിടി കയറിനകത്തോ ഒരു കുപ്പി വിഷത്തിനകത്തോ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹിത, അരുതേ, ആത്മഹത്യ പാപമാണ്. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ആത്മഹത്യ ചെയ്യുന്നവൻ ഭീരുവാണ് എന്ന്. ഞാൻ എന്റെ വാക്ക് ഇങ്ങനെ ഞാൻ പറയാറുണ്ട്, ആത്മഹത്യ ചെയ്താൽ ഒരു ഗുണമുണ്ട്, ഏറ്റവും വേഗത്തിൽ നിത്യമായ നരകത്തിലേക്ക് കടന്നു ചെല്ലാമെന്നുള്ളതാണ്. എന്നാൽ ആത്മഹത്യ ഒന്നിന് പരിഹാരമല്ല. നിങ്ങളുടെ ആത്മാവ് മുഴു ലോകത്തേക്കാൾ വിലമതിക്കുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചും ആഹ്വാനം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് ദേശനിവാസികളെ അനുഗ്രഹിക്കുമാറാകട്ടെ.